വെണ്ടയ്ക്ക വെച്ച് അടിപൊളി ഒരു ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം അതിന് രണ്ടറ്റവും മുറിച്ച് മാറ്റിയതിന് ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇനി വെണ്ടയ്ക്കയുടെ നടുവേ ഒന്ന് കീറി കൊടുക്കുക. ഇത് മൊത്തമായിട്ടും കീറി 2 പീസസ് ആവാതെ അത് പകുതി വരെ ഒന്ന് കീറി കൊടുക്കുക. 2 പീസായി കഴിഞ്ഞാൽ പിന്നെ ഫില്ലിങ് അതിൽ നിൽക്കില്ല. നമ്മുടെ മസാല അതിൽ നിന്ന് നടുക്ക് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്കുള്ള മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 or 6 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് മല്ലിയില, കറിവേപ്പില ഇവയെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഈ മസാല നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ നടുവിലേക്ക് നിറച്ച് കൊടുക്കുക. അങ്ങനെ എടുത്ത മുഴുവൻ വെണ്ടയ്ക്കയും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് വെണ്ടയ്ക്ക അതിലേക്കിട്ട് 2 ഭാഗവും നമ്മൾ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം അറിയിക്കുകയും വേണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ.